സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്ര, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള യാത്ര അങ്ങനെ ഇതാ കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ അതിമനോഹരമായ ഭൂമിയിലൂടെ പര്യടനം നടത്തുകയാണ്. അല്പം മുമ്പാണ് ആലപ്പുഴ ജില്ലയിലേക്ക് യാത്ര പ്രവേശിച്ചത്. ഇന്ന് രാവിലെ പത്തനംതിട്ടയിലെ ആവേശകരമായ മതസൗഹാർദ്ദത്തിന്റെ ശീലുകൾ ഉയർത്തിയ ഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് 15ാമത്തെ സ്വീകരണ കേന്ദ്രമായ കായംകുളത്തേക്ക് ലക്ഷ്യമാക്കി ഇപ്പോൾ ഈ റാലി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പതിവ് പോലെ തന്നെ റാലിയുടെ മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ജില്ലാ നേതൃത്വമാണ്. അതിന് പിറകിലായിട്ട് നമ്മുടെ നേതാക്കളുടെ വാഹന വ്യൂഹമുണ്ട്. കാന്തപുരം ഉസ്താദും ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും അടക്കമുള്ള നേതാക്കളുടെ വാഹന വ്യൂഹം അതിന് പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ കിഴക്കിന്റെ വെനീസിന് മനുഷ്യത്വത്തിന്റെ മഹാസന്ദേശം നൽകിക്കൊണ്ട് ഇതാ കേരള യാത്ര കായംകുളത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. സാർവദേശീയ മനുഷ്യരുടെ വികാരങ്ങൾക്കൊപ്പം കൈകോർത്തുകൊണ്ട് അവരുടെ വികാരങ്ങൾ പങ്കിട്ടുകൊണ്ട് കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര ഇതാ ആലപ്പുഴയുടെ ഹൃദയഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. ജനഹൃദയങ്ങളിൽ നിന്നുള്ള ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് നേതാക്കളുടെ വാഹന വ്യൂഹം ഇതാ കടന്നു പോവുകയാണ്. കായംകുളത്ത് ആപാലവൃദ്ധം ജനങ്ങളുടെയും ആശീർവാദവും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങി ഇതാ കേരള യാത്രയുടെ വാഹന വ്യൂഹം ഇതാ ഈ വഴിത്താരയെ ധന്യമാക്കി കടന്നു പോവുകയാണ്. കായംകുളം നമുക്കറിയാം നിരവധിയായ ഇസ്ലാമിക പാരമ്പര്യങ്ങളുടെയും പൈതൃകങ്ങളുടെയും ഭൂമിയാണ്, സൂഫി വര്യന്മാരുടെ ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് ഇതാ മഹാദൗത്യവുമായി കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര എത്തിച്ചേരുന്നു. ഇനിയുള്ളത് കായംകുളം. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയുടെ മണ്ണിലാണ്. 15ാമത്തെ സ്വീകരണ കേന്ദ്രമാണ്. നാളെ 16ാം സ്വീകരണ കേന്ദ്രമായ കൊല്ലത്തും, അത് കഴിഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ പുത്തരിക്കണ്ടത്ത് നിറയ്ക്കുന്ന ജനാവലിയോടുകൂടി വലിയ ആവേശത്തോടുകൂടി കേരള യാത്രയുടെ സമാപനം നടക്കുകയാണ്. എന്തായാലും ആലപ്പുഴക്കാർ അതീവ താല്പര്യത്തോടുകൂടി അതീവ സന്തോഷത്തോടുകൂടി ഈ യാത്ര ഇതാ എതിരേറ്റു കഴിഞ്ഞിരിക്കുന്നു. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ് എന്ന ആഹ്വാനം. എവിടെയാണോ മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത്, ലോകത്തെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെ വികാരങ്ങൾക്കൊപ്പം പങ്കുചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ തെരുവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് പടയോട്ടം ആരംഭിച്ച ഈ മഹാപ്രവാഹമിത ആലപ്പുഴയുടെ മണ്ണിലൂടെ കടന്നു പോവുകയാണ്. അതേ ആലപ്പുഴയുടെ മണ്ണിൽ പുതുചരിത്രം എഴുതുകയാണ് കേരള യാത്ര. സെന്റിനറി ഗാർഡ് അംഗങ്ങളുടെ അതിമനോഹരമായ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഓരോ ജില്ലയിലും 313 കർമ്മഭടന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള സെന്റിനറി ഗാർഡിൻ്റെ അതീവ സുന്ദരമായ മാർച്ച് അങ്ങനെ ഇതാ ആലപ്പുഴക്ക് കായംകുളത്തിന് അതിമനോഹരമായ ദൃശ്യചാരുത പകരുകയാണ്. കായംകുളത്തിൻ്റെ മണ്ണിനും വിണ്ണിനും ആവേശം പകർന്ന് ശൈഖുന കാന്തപുരം ഉസ്താദ് ഇതാ കേരള യാത്രയായി ഈ മണ്ണിലൂടെ കായംകുളം ഫയർ സ്റ്റേഷൻ റോഡ് വഴി കേരള യാത്രയുടെ അതിമനോഹരമായ റാലി ഇപ്പോൾ കടന്നു പോവുകയാണ്. ഉസ്താദിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നൂറുകണക്കിന് ആളുകളാണ് ഈ റാലിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഈ ഫയർ സ്റ്റേഷൻ റോഡിൻ്റെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്നത്. കായംകുളത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ഇതാ കേരള യാത്ര പര്യടനം തുടരുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ വാഹന വ്യൂഹമാണിപ്പോൾ ഈ വഴിത്താരയെ ധന്യമാക്കി ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് നീങ്ങുന്നത്. കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ച ഈ മഹാജനപ്രവാഹം ഇപ്പോഴിതാ ആലപ്പുഴയുടെ മണ്ണിലെത്തി നിൽക്കുകയാണ്. ആയിരങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ശൈഖുന കാന്തപുരം ഉസ്താദിന് നൽകുകയാണ്. ആ വാക്കൊന്ന് കേൾക്കാൻ വേണ്ടി, ഒരു നോട്ടം കാണാൻ വേണ്ടി ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ഈ തെരുവോരങ്ങളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ നെല്ലറയായ ഈ ഭൂമി, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന സ്മരണകളിലമ്പുന്ന ഭൂമി, അമേരിക്കൻ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി ആയിരങ്ങൾ പിടഞ്ഞു വീണ മണ്ണ്. അവർ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഉസിരുള്ള മക്കളാണ്. അവർ ഇതാ മനുഷ്യ നന്മയ്ക്കായി പോരാടുന്ന കാന്തപുരത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയാണ്.
എവിടെയാണോ മനുഷ്യൻ വേദന കൊണ്ട് പൊളയുന്നത്, ലോകമെങ്കുമുള്ള മനുഷ്യർക്ക് വേണ്ടി, ഗസയിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധങ്ങളിൽ പോരടിച്ചു മരിച്ച ആയിരങ്ങൾക്ക് വേണ്ടി ഇതാ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ അണിനിരക്കുന്ന പതിനായിരങ്ങൾ ഇതാ ആലപ്പുഴയുടെ തെരുവീഥികളിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഉന്നതമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി നടക്കുന്ന പോരാട്ടങ്ങളിൽ അണിനിരക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴയുടെ മക്കളിതാ ഈ തെരുവീഥിയിലേക്ക് കടന്നു വരികയാണ്. കാന്തപുരം ഉസ്താദിൻ്റെ കൈകൾക്ക് കരുത്തു പകരാൻ പ്രളയാധിക്യം വകവയ്ക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ മഹാമനീഷിയുടെ ആ പണ്ഡിത ഗുരുവര്യന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരങ്ങൾ ഇതാ ആലപ്പുഴയുടെ തെരുവീതിയിലേക്ക് ഒഴുകി വരികയാണ്. ആലപ്പുഴയുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന്, ആലപ്പുഴയുടെ കായൽ പരപ്പുകളിൽ നിന്ന് ഇതാ മനുഷ്യർ കാന്തപുരം ഉസ്താദിന്റെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരങ്ങൾ ഇതാ ആലപ്പുഴയുടെ തെരുവീതിയിലേക്ക് ഒഴുകി വരുന്ന ആവേശഭരിതമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യർ എവിടെയാണോ വേദന കൊണ്ട് പൊളയുന്നത് ആ മനുഷ്യർക്ക് പിന്നിൽ അണിനിരക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനേകായിരങ്ങൾ ഇതാ കാന്തപുരം ഉസ്താദിന്റെ കൈകൾക്ക് ബലം നൽകാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കരുത്തു പകരാൻ വേണ്ടി ആയിരങ്ങൾ ഇതാ ഈ തെരുവീഥികളിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഭരണം അറബിക്കടലിലേക്ക് വിളിച്ചു പറഞ്ഞ മനുഷ്യരുടെ പിന്മുറക്കാർ ഇതാ ആലപ്പുഴയുടെ മണ്ണിൽ ഈ തെരുവീഥിയിൽ കാന്തപുരം ഉസ്താദിന് പിന്നിൽ അണിനിരക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ തെരുവീഥിയിലേക്ക് ഒഴുകി വരുന്ന ആവേശഭരിതമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതി മതഭേദമില്ലാതെ വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗസയിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന പതിനായിരക്കണക്കിന് കുരുന്നു മക്കളുടെ വേദന ഏറ്റുവാങ്ങി ഇതാ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വേദന അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന, മനുഷ്യർക്കൊപ്പമെന്ന് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു സാമുദായിക നേതാവുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് മാത്രമായിരിക്കും. ഇത് ഞങ്ങൾ പറയുന്നതല്ല. ഈ കഴിഞ്ഞ 14 സ്വീകരണ കേന്ദ്രങ്ങളിലും ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യമാണത്. കാന്തപുരം ഉസ്താദിന് മാത്രമാണ് ഇങ്ങനെ ഒരു യാത്ര നയിക്കാൻ ആദർശപരമായി, ആശയപരമായി അവകാശമുള്ളത്, അതിനുള്ള അർഹതയുള്ളത് എന്ന് സകല മനുഷ്യരും പറയുമ്പോൾ ഈ യാത്ര ചെയ്താ അത് 100% മനുഷ്യർക്കൊപ്പമുള്ളൊരു യാത്രയായി മാറുകയാണ്. അങ്ങനെ മലബാറിന്റെ ആവേശം കടന്ന്, മധ്യ കേരളത്തിന്റെ ആവേശം കടന്ന് തെക്കൻ കേരളത്തിലും കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര വലിയ ആവേശം സൃഷ്ടിക്കുന്ന കാഴ്ച. റോഡ് നിറഞ്ഞൊഴുകുന്ന പുരുഷാരത്തിന് നടുവിലൂടെ ഇതാ ഇന്ത്യയുടെ സുൽത്താൻ കാന്തപുരം ഉസ്താദ് മന്ദസ്മിതനായി കടന്നു വരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ തകർത്തെറിയുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ, ഇന്ത്യൻ ഭരണഘടനയെ ചവിട്ടിപതിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ജനലക്ഷങ്ങൾ കേരളത്തിന്റെ തെരുവീഥികളിൽ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇതാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മഹത്തായ നേതൃത്വത്തിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് ആയിരങ്ങൾ ഈ തെരുവീഥിയിലൂടെ കടന്നു വരികയാണ്. അതേ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം എവിടെയെങ്കിലും ഒരു ദുരന്ത ഭൂമിയിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ നമുക്കറിയാം, പുത്തുമല തകർന്നു വീണപ്പോ, പുത്തുമലയിൽ 100 കണക്കിന് മനുഷ്യജീവനുകൾ പൊരിഞ്ഞപ്പോ അവിടെ ആദ്യം ഓടിയെത്തിയത് കാന്തപുരം ഉസ്താദിന്റെ സാന്ത്വനം സംഘമാണ്. അതെ, എല്ലായിടത്തും അപകടമുനമ്പിൽ, ദുരന്ത ഭൂമിയിൽ, അശരണരുടെ മുന്നിൽ, പാവങ്ങൾക്ക് മുന്നിൽ എല്ലായിടത്തും മനുഷ്യർക്കൊപ്പമെന്ന് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് അത് കാന്തപുരം ഉസ്താദാണ്. അതുകൊണ്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര കടന്നു പോകുമ്പോൾ ആ വഴിത്താരകളെല്ലാം പുരുഷാരം കൊണ്ട് നിറയുന്നത്. ഇപ്പോൾ ആ കാഴ്ച, മലബാറിൽ കണ്ട കാഴ്ച, അതേ ആവേശത്തോടുകൂടി ഇതാ തെക്കൻ കേരളത്തിലും കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ മണ്ണിൽ, കായംകുളത്തിന്റെ മണ്ണിലും ആയിരക്കണക്കിന് മനുഷ്യരാണ് ഉസ്താദിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഈ റാലി കാണാൻ വേണ്ടി ഈ റോഡിന് ഇരുവശത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത്.
മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ സന്ദേശം ഉയർത്തി കാന്തപുരം ഉസ്താദ് ഈ യാത്ര നയിക്കുമ്പോൾ ആ യാത്രക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മനുഷ്യർക്കൊപ്പമുള്ള ആയിരം ഉദാഹരണങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ അന്യദേശത്ത്, അതും സ്വന്തം മതത്തിൽപ്പെട്ടതല്ലാത്തൊരു പെൺകുട്ടി വേദന അനുഭവിച്ചപ്പോൾ തൊലക്കയറ് കാത്തുനിന്ന നിമിഷത്തിൽ മണിക്കൂറുകൾക്ക് മുന്നിൽ എല്ലാ നയതന്ത്ര ശ്രമങ്ങളും പരാജയപ്പെട്ടിടത്ത് ഉസ്താദിന്റെ ഒരൊറ്റ ഫോൺ കോളിൽ ആ കൊലക്കയറിൽ നിന്ന് നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെ, മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന യാതൊരു കക്ഷിഭേദങ്ങളുമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ ഉസ്താദ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ നല്ല മനുഷ്യർക്കൊപ്പമാണ്. അതെ, നല്ല മനുഷ്യർ എവിടെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ ഉസ്താദിന്റെ കരസ്പർശം ഉണ്ടാകും, ഉസ്താദിന്റെ സാന്നിധ്യം ഉണ്ടാകും. വേദന അനുഭവിക്കുന്നിടത്ത്, ദുരന്ത ഭൂമികളിൽ ഉസ്താദിന്റെ സാന്ത്വനം സംഘത്തിന്റെ പ്രവർത്തനം. അങ്ങനെ ആയിരം ഉദാഹരണങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ നിരത്തിവെക്കാൻ കഴിയും. കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്. ഈ വഴിത്താരയിലുടനീളം മനുഷ്യരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഉസ്താദ് കടന്നു പോകുമ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നവരിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം, മനുഷ്യർക്കൊപ്പമെന്ന് പറഞ്ഞ് ഇന്നൊരു യാത്ര നയിക്കാൻ ഒരാൾക്ക് ആധികാരികമായി കഴിയുമെങ്കിൽ അത് ഉസ്താദിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മലബാറിൽ മാത്രമല്ല, മധ്യ കേരളത്തിലും ഇപ്പോൾ തെക്കൻ കേരളത്തിലും ഈ ആവേശം ഇതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സുൽത്താനുലമക്ക് മാത്രം കഴിയുന്നതാണ്. ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യയുടെ കിരീടം വെക്കാത്ത സുൽത്താൻ കാന്തപുരം ഉസ്താദിന്റെ നയിക്കുന്ന കേരള യാത്രയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ കായംകുളത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കേരള യാത്ര സിന്ദാബാദ്, കാമിലരാഗതമായി സുൽത്താനിത വരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ സുന്ദര സൗഹൃദ മന്ത്രമതൂതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു ബദറുസമാനവര് സുന്ദര സൗഹൃദ മന്ത്രമതൂതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു ബദറുസമാനവര് കാലം കനിഞ്ഞൊരു താരകങ്ങൾ വന്നൊന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും കാലം താരകങ്ങൾ വന്നൊന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും. അങ്ങനെ പുതുവർഷ പുലരിയിൽ കാസർകോട്ട് നിന്ന് ആരംഭിച്ച മഹാപ്രയാണം ഇതാ വിവിധ ജില്ലകൾ താണ്ടിപ്പോൾ ആലപ്പുഴയുടെ മണ്ണിലെത്തി നിൽക്കുന്നു. ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ആബാലവൃദ്ധം ജനങ്ങളും കായംകുളത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ റാലിയിലുടനീളം കണ്ടത്. എം ബിജുശങ്കറിനൊപ്പം ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.